ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. മംഗളവാർത്ത കാലത്തിൻ്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവം ലോകത്തിനായി കരുതി വച്ചിരുന്ന മംഗളവാർത്തകളിലൂടെ സഭയുടെ ആരാധനാക്രമം നമ്മെ നയിക്കുകയാണ്. ഇന്നത്തെ വായനകളെല്ലാം രക്ഷയുടെ വഴികളിൽ തിരികെ എത്താൻ, രക്ഷകൻ്റെ വരവിനായി ഒരുങ്ങാൻ നാം പരിശ്രമിക്കേണ്ടതെങ്ങനെയെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. വീണുപോയവരെ വീണ്ടെടുക്കാൻ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് ആദ്യ വായനകളിൽ നാം കാണുന്നത്. മോശയുടെ കയ്യിൽ ദൈവം വീണ്ടും കൽപ്പനയുടെ പലകകൾ കൊടുത്തുവിടുകയാണ്. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ ജാഗ്രതയോടെ ജീവിക്കണമെന്നതാണ് 1ാമത്തെ വായനയുടെ രത്നച്ചുരുക്കം. ഇസ്രായേൽ ജനത്തോട് വിപ്രവാസത്തിൽ നിന്നും മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ 2ാമത്തെ വായനയായ സക്രിയ പ്രവചനം 2ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. തിന്മയുടെയും പാപത്തിൻ്റെയും ശൈലികൾ തുടരുന്ന ബാബിലോണിൽ നിന്നും നന്മയുടെ ഇടമായ സിയോനിലേക്കുള്ള ജനത്തെ നയിക്കുന്നതിനുള്ള കർത്താവിൻ്റെ ആഗ്രഹമാണ് ഈ വായനയിലൂടെ വെളിപ്പെടുന്നത്. രക്ഷകൻ്റെ വരവോടുകൂടി സംജാതമാകുന്ന പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ചൈതന്യം വെളിപ്പെടുത്തി മനുഷ്യരോടുകൂടെ കൂടാരമടിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെയാണ് വെളിപാട് പുസ്തകം 21ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അങ്ങനെ എല്ലാം നവീകരിക്കപ്പെടുന്ന ദൈവമനുഷ്യ സംഗമത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ആദ്യത്തെ 3 വായനകൾ നമ്മെ നയിക്കുന്നത്. മുകളിൽ പറഞ്ഞ ചിന്തകളെല്ലാം ഉള്ളിൽ പേറി പ്രതീക്ഷയോടെ ജീവിതം നയിക്കുന്ന യോസേപ്പിനെ സഭ നമ്മുടെ മുൻപിൽ മാതൃകയായി നൽകുകയാണ്. സംശയങ്ങളിൽ നിന്നും സമർപ്പണത്തിലേക്ക് എത്തുന്ന യോസേപ്പിനെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ മാതാവായ മറിയവും യോസേപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. നിയമങ്ങളുടെ കാർക്കശ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു കാര്യമാണ് മുകളിൽ പ്രസ്താവിച്ചത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള 1 വർഷത്തെ ഇടവേള പരിശുദ്ധമായുള്ള കുടുംബത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരുന്നു. വരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിത പങ്കാളിയെ താമസിപ്പിക്കാൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തോട് ചേർന്ന് താമസ സ്ഥലം ഒരുക്കാനും സാമ്പത്തികമായ ഉടമ്പടികൾ തീർപ്പാക്കാനും ഈ 1 വർഷം ആവശ്യമായിരുന്നു. വധുവിനാകട്ടെ യഹൂദ പാരമ്പര്യമനുസരിച്ച് തൻ്റെ വിവാഹ വസ്ത്രങ്ങൾ സ്വയം തുന്നാനും സ്വന്തം കുടുംബത്തിൽ നിന്നും മാറി പുതിയൊരു വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള മാനസികമായ ഒരുക്കത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ഒപ്പം വധു ഗർഭിണിയല്ലെന്നും വിശുദ്ധിയോടെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും ഉറപ്പുവരുത്താൻ ഈ 1 വർഷത്തെ കാത്തിരിപ്പ് സഹായിച്ചിരുന്നു. ചുരുക്കത്തിൽ ഈ 1 വർഷത്തെ ഇടവേള വെറുമൊരു കാത്തിരിപ്പായിരുന്നില്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബജീവിതം തുടങ്ങാനുള്ള പ്രായോഗികമായ തയ്യാറെടുപ്പായിരുന്നു. ഈ തയ്യാറെടുപ്പുകളെയെല്ലാം തകിടം മറിക്കുന്ന ഒരു വാർത്തയാണ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു എന്നത്. യഹൂദ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും വളർത്തപ്പെട്ട ഒരു കന്യകയിൽ നിന്നും ആർക്കും ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷയാണ് ഇതിന് നൽകിയിരുന്നത്. ഇതിൻ്റെ ശിക്ഷയായി നിയമാവർത്തന പുസ്തകം 22ാം അധ്യായം 21ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. ഇതായിരുന്നു യഹൂദ സമുദായത്തിൻ്റെ നീതിയുടെ ശരിയായ നിർവഹണം. പക്ഷേ യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം നീതി എന്നാൽ ശിക്ഷിക്കലല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊണ്ട് മറ്റൊരാളെ സംരക്ഷിക്കലാണ്. യോസേപ്പിൻ്റെ മൗനം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ അടയാളമാണ്. നിയമത്തേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ അന്തസ്സിനെ വിലമതിച്ചവനായിരുന്നു യോസേപ്പ്. ആകുലതകൾ നിറഞ്ഞ മനസ്സുമായി കിടന്നുറങ്ങിയ യോസേപ്പിനെ മാലാഹ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന് വിളിച്ചുകൊണ്ടാണ്. യോസേപ്പിനെ കർമ്മനിരതനാക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു അഭിസംബോധനയാണിത്. ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കാനിരിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രവാചക ഗ്രന്ഥങ്ങളിലെ ഓർമ്മപ്പെടുത്തലുകളും യോസേപ്പിൻ്റെ മനസ്സിലൂടെ ഈ നിമിഷം കടന്നുപോയിട്ടുണ്ടാവണം. അവിടെ ശരിയായ നിലപാടുകളിലേക്ക് എത്താൻ യോസേപ്പിനെ ഈ അഭിസംബോധന സഹായിച്ചു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും
അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അക്ഷരം പ്രതി പാലിക്കുന്നവർ എന്നതിലുപരി ദൈവത്തിനു മുൻപിൽ സ്വന്തം ഇഷ്ടങ്ങളെ സമർപ്പിച്ചവൻ എന്ന നിലയിലാണ് യോസേപ്പ് നീതിമാനാകുന്നത്. നിയമപ്രകാരം മേരിയെ പരസ്യമായി അപമാനിക്കാനും ഉപേക്ഷിക്കാനും യോസേപ്പിന് അധികാരമുണ്ടായിരുന്നു. വിശ്വാസം, ആത്മീയ അനുഷ്ഠാനങ്ങളും ഇവിടെ കൂടുതൽ വിവേകപൂർവമായ വിചിന്തനത്തിന് യോസേപ്പ് തയ്യാറാവുകയാണ്. കാർക്കശ്യക്കാരനാകാതെ കൂടുതൽ കൃപയുള്ളവനും കരുണയുള്ളവനും ആകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിനുമുൻപിൽ മഹത്വമുള്ളതാകുന്നത്. തിടുക്കത്തിലുള്ള പ്രതികരണങ്ങളെക്കാൾ ശാന്തമായ സമീപനങ്ങളിലാണ് പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സാധ്യതകൾ തെളിയുന്നത്. രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന യോസേപ്പ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്തയുടെ യഥാർത്ഥ പ്രതിഫലനമാണ്. പ്രതിസന്ധികളുടെ നടുവിലും സ്നേഹത്തിൻ്റെ വഴി തുറന്നിടാനുള്ള താല്പര്യം യോസേപ്പിൻ്റെ മഹത്വമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ അവളെ നാണം കെടുത്താൻ ഇഷ്ടപ്പെടാത്തൊരു മനസ്സ്, നമ്മുടെ സ്വന്തം വേദനയേക്കാൾ മറ്റൊരാൾക്ക് വേദനയുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആത്മീയ ശൈലി, അപമാനിക്കാനുള്ള അവസരമുണ്ടായിരുന്നിട്ടും അവളുടെ അഭിമാനത്തിന് കാവൽ നിൽക്കാൻ യോസേപ്പ് കാണിക്കുന്ന ചങ്കൂറ്റം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ അളവുകോലുകളാണ്. ക്രൈസ്തവ ജീവിതമെന്നത് പരസ്യമായ പ്രകടനങ്ങളെക്കാൾ രഹസ്യത്തിലുള്ള സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതമാണ്. മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ജോസഫിനെ പോലെ രഹസ്യമായി ഉപേക്ഷിക്കാൻ, അതായത് മാന്യത നൽകാനും ക്ഷമിക്കാനും തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പ്രകാശപൂരിതമാകുന്നത്. ജോസഫ് എന്ന നീതിമാനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം അവനോട് സംസാരിക്കുകയാണ്. മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ആലോചിക്കുമ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ പദ്ധതികളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. ഇവിടെ യോസേപ്പ് സ്വീകരിച്ച നിലപാടാണ് വലുത്. നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അത് അവിടുത്തെ വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യോസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വലിയ മാതൃകയാണ് യോസേപ്പ്. യോസേപ്പ് വെറുമൊരു നിദ്രയിൽ നിന്നുമല്ല ഉണർന്നത്, തൻ്റെ പരിമിതമായ ചിന്തകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നുമാണ്. തൻ്റെ തീരുമാനങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ അദ്ദേഹം സ്വന്തമാക്കി. യോസേപ്പിൻ്റെ നിദ്രയിൽ നിന്നുമുള്ള ഈ ഉണർവ് രക്ഷയിലേക്കുള്ള മാനവകുലത്തിൻ്റെ പുതിയ ചുവടുവയ്പ്പെന്നാണ് പൗരസ്ത്യ സഭാപിതാവായ മാർ അപ്രൈം പറയുന്നത്. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ ആദം നിദ്ര വിട്ട് എണീറ്റ് ഹവ്വായെ സ്വീകരിച്ചതുപോലെ യോസേപ്പ് നിദ്ര വിട്ടെണീറ്റ് മറിയത്തെ സ്വീകരിച്ചു. ആദ്യ മാതാപിതാക്കൾ പിന്നീട് പാപത്തിലേക്ക് ചുവടുവെച്ചുവെങ്കിൽ യോസേപ്പും മറിയവും രക്ഷയിലേക്ക് ചുവടുവെച്ചു. അങ്ങനെ വീണ്ടെടുപ്പിൻ്റെ പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്. പങ്കാളിയെ ബഹുമാനിച്ചും ദൈവഹിതത്തിന് മുൻഗണന നൽകിയും പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിട്ടും യോസേപ്പ് കുടുംബജീവിതം വിശുദ്ധീകരിച്ചു. നമുക്കും യോസേപ്പിൻ്റെ മനോഭാവത്തിലേക്ക് വളരാം. രക്ഷകനെ സ്വീകരിക്കുവാനും രക്ഷകനെ കൊടുക്കുവാനും നമുക്കൊരുങ്ങാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.